Hello friends, welcome to Swadhiswaga Tutorials. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കോംപ്ലക്സ് ടിഷ്യൂവിൽ വരുന്ന ഫൈലം അല്ലേ. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് കോംപ്ലക്സ് ടിഷ്യൂ ആണ്, ദാറ്റ് ഈസ് ഫ്ലോയം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ നമുക്കറിയാം സൈലം ഫ്ലോയം രണ്ടുമാണ് എന്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടക്റ്റിംഗ് ടിഷ്യൂസ് എന്നറിയാം അല്ലേ. അപ്പോൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന കോംപ്ലക്സ് ടിഷ്യൂ ആണ് എന്ത് ഫ്ലോയം. സൈലം റിലേറ്റഡ് എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ദെൻ ഫ്ലോയം എലമെൻറ്റ്സ് ഏതാണെന്നുള്ളത് നോക്കാം. അതിന് മുൻപേ വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദിസ് ഫ്ലോയം? ഫ്ലോയത്തിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഫ്ലോയം ഈസ് നോൺ ആസ് കണ്ടക്റ്റിംഗ് ടിഷ്യൂ, ഓക്കെ, ബിക്കോസ് ദേ ഹെൽപ്സ് ഇൻ ദ കണ്ടക്ഷൻ ഓഫ് പ്രിപ്പയർഡ് ഫുഡ് ഫ്രം ലീവ്സ് ടു ഓൾ അതർ പാർട്സ് ഓഫ് ദ പ്ലാന്റ്. ഇസ് ഇറ്റ്? ഒരു ലീഫ് എന്ന് പ്രിപ്പയർഡ് ഫുഡിനെ ലീഫ് എന്നും എല്ലാ ഭാഗത്തേക്കും ആ പ്ലാന്റിൻ്റെ എല്ലാ ഭാഗത്തേക്കും കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ആര്? ഫ്ലോയം. സോ ഇറ്റ് ഈസ് കോൾഡ് വാട്ട്? കണ്ടക്റ്റിംഗ് ടിഷ്യൂ. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഫ്ലോയം ഈസ് കോൾഡ് കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ. എന്തുകൊണ്ടാണ് കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ എന്ന് പറയുന്നത്? ഒന്നിൽ കൂടുതൽ ടൈപ്പ് ഡിഫറെൻ്റ് ആയിട്ടുള്ള സെൽസ് ചേർന്ന് ഫോം ചെയ്യുന്ന ടിഷ്യൂ ആണ് എന്ത്? ഫ്ലോയം. അതുകൊണ്ടാണ് അതിന് എന്ത് പറയുന്നത്? കോംപ്ലക്സ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൽസ് ആണുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് ആ സെൽസ് എന്ന് പറയുന്നതിന് പകരം നമ്മൾ എലമെൻറ്റ്സ് എന്നുള്ള ടേം യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഫ്ലോയത്തിൽ കാണുന്ന ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ആണ് എന്ത്? സീവ് ട്യൂബ് എലമെൻറ്റ്. ഓക്കെ, സീവ് ട്യൂബ് എലമെൻറ്റ്. Then the second element is companion cells. Companion cells. And the third is phloem fibers. Phloem fibers. Okay, phloem fibers അല്ലെങ്കിൽ എന്ത് പറയാം? phloem parenchyma. Then the fourth one is phloem parenchyma. Phloem parenchyma. Okay. അപ്പോൾ ഇവിടെ സീവ് ട്യൂബ് എലമെൻറ്റ്, കമ്പാനിയൻ സെൽസ്, ഫ്ലോയം ഫൈബേഴ്സ്, ഫ്ലോയം പാരൻകൈമ. എലമെൻറ്റ്സിൻ്റെ പേര് പഠിച്ചെടുക്കാൻ എളുപ്പമാണ്. സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും കേസിൽ ഫസ്റ്റ് ടു എലമെൻ്റ് ആണ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്. ബാക്കിയുള്ളത് നോക്കുമ്പോൾ രണ്ടും എന്ത് തന്നെയാണ്? അവിടെ സൈലം ഫൈബേഴ്സ്, ഹിയർ ഫ്ലോയം ഫൈബർ. അപ്പോൾ അവിടെ നമ്മൾ സൈലം പാരൻകൈമ എന്ന് പഠിക്കുന്നു, ഇവിടെ എന്താ? ഫ്ലോയം പാരൻകൈമ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഓർമ്മിച്ച് വെക്കാൻ എളുപ്പമാണ്. ദെൻ ഫസ്റ്റ് ടു ആണ് സീവ് ട്യൂബ് എലമെൻറ്റ്, കമ്പാനിയൻ സെൽ. സൈലത്തിൻ്റെ കേസിൽ എന്താ പഠിച്ചത്? ട്രക്കീഡ്സ് ആൻഡ് വെസൽസ് അല്ലേ. അപ്പോൾ ഇത്രയും എലമെൻറ്റ്സ് ആണ് എന്ത് മെയിനായിട്ട് ഫ്ലോയത്തിൻ്റെ എലമെൻറ്റ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഒരു യൂണിറ്റ് ആയിട്ട് ആക്ട് ചെയ്യും ആൻഡ് പെർഫോം ദ ഫംഗ്ഷൻ ഓഫ് കണ്ടക്ഷൻ. ക്ലിയർ? ദെൻ ഈ എല്ലാ എലമെൻറ്റ്സും പ്രസൻറ്റ് ആവുന്നത് എവിടെയാണ്? മോസ്റ്റ് അഡ്വാൻസ്ഡ് പ്ലാന്റ് ഗ്രൂപ്പ് ആയിട്ടുള്ള എന്തിലാണ് കാണുന്നത്? ആൻജിയോസ്പോംസിലാണ് എല്ലാ എലമെൻറ്റ്സിനെ നമുക്ക് കാണാൻ പറ്റുക. ബട്ട് എനിക്ക് ടെക്സ്റ്റ് ബുക്കിൽ ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നതുകൊണ്ട് ഓർത്ത് വെക്കുക. ബട്ട് ഇൻ കേസ് ഓഫ് ജിംനോസ്പോം ദ ഹാസ് എ സ്ലൈറ്റ് ഡിഫറൻസ്. ജിംനോസ്പോം ആണെങ്കിൽ നമുക്കറിയാം കമ്പയറിംഗ് ടു ദിസ് ആൻജിയോസ്പോം, ജിംനോസ്പോം ഇസ് പ്രിമിറ്റീവ് ഗ്രൂപ്പ് അല്ലേ. ജിംനോസ്പോം എന്ന് പറഞ്ഞാൽ ആൻജിയോസ്പോമിൻ്റെ തൊട്ട് താഴെ വരുന്ന ഗ്രൂപ്പാണ്. ദേ ആർ നേക്കഡ് സീഡഡ് പ്ലാന്റ്സ് അല്ലേ, പ്രീവിയസ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. അപ്പോൾ ജിംനോസ്പോം എന്ന് പറയുമ്പം എല്ലാ എലമെൻറ്റ്സും കാണുന്നില്ല. അവിടെ കാണുന്ന എലമെൻറ്റ്സ് എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ സീവ് ട്യൂബ് എലമെൻറ്റ്, കമ്പാനിയൻ സെൽസ് ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഈ എല്ലാ കേസസും എന്താണ്? അവിടെ ആബ്സെൻ്റ് ആണ്. സീവ് ട്യൂബ് എലമെൻറ്റ് എന്ന് പറയുമ്പം അവിടെ സീവ് ട്യൂബാണ്. ആൻജിയോസ്പോമിൽ ഒരു വലിയ ട്യൂബ് പോലെയുള്ള വലിയ കോംപ്ലക്സ് സ്ട്രക്ചറാണ് കാണുന്നത്. പക്ഷേ ഇതിന് പകരം ജിംനോസ്പോമിൽ കാണുക എന്താണ്? സീവ് സെൽ എന്നാണ് പറയുക, സീവ് സെൽസ്. ഓക്കെ, ദെൻ കമ്പാനിയൻ സെൽസ് ഒക്കെ കാണുന്നതിന് പകരം എന്താണത്? ആൽബുമിനസ് സെൽസ് ആണ് കാണുന്നത്. ആൽബുമിനസ് സെൽസ് എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ, ജസ്റ്റ് പേര് ഓർത്താൽ മതി. അപ്പോൾ സീവ് സെൽസ്, ആൽബുമിനസ് സെൽസ് ഒക്കെയാണുള്ളത്. ദെൻ ഫ്ലോയം ഫൈബേഴ്സ് പ്രസൻ്റ് ആണ്. ഫ്ലോയം ഫൈബേഴ്സ് കാണുന്നുണ്ട്. അതുപോലെ ഫ്ലോയം പാരൻകൈമയും പ്രസൻ്റ് ആണ്. പക്ഷേ ടെക്സ്റ്റ് ബുക്കിൽ എനിക്ക് പാരൻകൈമ മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷെ എന്താണ്? അധിക കേസിലും പ്രിമിറ്റീവായിട്ട് വരുന്നതുകൊണ്ടും ഇമ്പോർട്ടൻസ് കുറവായതുകൊണ്ടാണ് അതിൽ കൊടുക്കാതിരുന്നിട്ടുണ്ടാവുക. അപ്പോൾ എന്തായാലും നിങ്ങൾ ഓർത്ത് വെച്ചോളൂ, ഫ്ലോയം പാരൻകൈമ ആബ്സെൻ്റ് ആണ്. അപ്പോൾ അത് പറഞ്ഞാൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടെ സീവ് സെൽസ്, ആൽബുമിനസ് സെൽസ് ആൻഡ് ഫ്ലോയം ഫൈബേഴ്സ് ആർ ദ എലമെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ ദ കേസ് ഓഫ് ജിംനോസ്പോം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഓരോന്നിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. ഓരോ എലമെൻറ്റിൻ്റെയും സെപ്പറേറ്റ് ഫംഗ്ഷൻ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. ദെൻ ഫസ്റ്റ് എലമെൻറ്റ് നോക്കാം, അതിൻ്റെ ക്യാരക്ടേഴ്സ് നോക്കാം. ഫസ്റ്റ് വൺ സീവ് ട്യൂബ് എലമെൻറ്റ്സ്. ഓക്കെ, ദെൻ ദേ ആർ ലോങ് ട്യൂബ് ലൈക്ക് സ്ട്രക്ചേഴ്സ് അറേഞ്ച്ഡ് ലോഞ്ചിറ്റ്യൂഡിനലി ആൻഡ് ആർ അസോസിയേറ്റഡ് വിത്ത് കമ്പാനിയൻ സെൽസ്. അപ്പോൾ നമുക്ക് ആദ്യം ഓർമ്മിക്കേണ്ട ക്യാരക്ടേഴ്സ് പഠിക്കുന്നതിന് മുമ്പേ ചിന്തിക്കുക. നമ്മൾ പഠിക്കുന്നത് എന്താണ്? ഫ്ലോയം. അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? കണ്ടക്ഷൻ ഓഫ് പ്രിപ്പയർഡ് ഫുഡ്, ഓർഗാനിക് ഫുഡാണ് ഫംഗ്ഷൻ. അപ്പോൾ അതിനെ കണ്ടക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയായിരിക്കും അതിൻ്റെ ഷേപ്പ്. ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ടുള്ള ഒരു കുഴൽ പോലെ ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ. സൈലം വാട്ടറിനെ കണ്ടക്ട് ചെയ്യുന്നു, അപ്പോൾ സൈലം എന്താണ്? ഒരു കുഴൽ പോലെയുള്ള രൂപമാണ് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെയാണ് ഫ്ലോയോ എന്നുള്ളത് ഓർമ്മിച്ച് വെക്കുക.
ദെൻ ഹിയർ ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടക്ഷനിൽ ഹെൽപ്പ് ചെയ്യുന്ന ഫസ്റ്റ് മെമ്പറാണ് സീവ് ട്യൂബ് എലമെൻറ്റ്. ദി ആർ ലോങ് ട്യൂബ് ലൈക്ക് സ്ട്രക്ചേഴ്സ്, ട്യൂബ് പോലെയുള്ള സ്ട്രക്ചർ അറേഞ്ച്ഡ് ലോഞ്ചിറ്റ്യൂഡിനലി ആൻഡ് ആർ അസോസിയേറ്റഡ് വിത്ത് കമ്പാനിയൻ സെൽസ്. കമ്പാനിയൻ സെൽ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ്. അപ്പോൾ അയാളുമായിട്ട് എപ്പോഴും ചേർന്ന് കമ്പാനിയൻ സെൽസുമായിട്ട് അറ്റാച്ച് ചെയ്തുകൊണ്ടാണ്, അസോസിയേറ്റ് ചെയ്തിട്ടാണ് ആര് കാണുന്നത്, സീവ് ട്യൂബ് എലമെൻറ്റ്സ്. Then their end walls are perforated. End walls are perforated in a sieve-like manner to form the sieve plates. Okay. അപ്പോൾ നെക്സ്റ്റ് ഇവിടെ ഡയഗ്രാം ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് വരയ്ക്കുകയാണ്. ലോങ് ആണ്, ലോഞ്ചിറ്റ്യൂഡിനൽ ട്യൂബ് ലൈക്ക് സ്ട്രക്ചറാണ് അല്ലേ. അപ്പോൾ ഇതുപോലെയുള്ള ട്യൂബ് ലൈക്ക് സ്ട്രക്ചറാണ്. സീവ് ട്യൂബ് എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ കുറേ എലമെൻറ്റ്സ്, ഇപ്പോൾ കുറേ സെൽസ് ചേർന്നിട്ടാണ് ഫോം ചെയ്യുന്നത്. ഇതുപോലെ കുറേ എണ്ണം ചേർന്ന്, ഇപ്പോൾ ഇത് ഓരോന്നും ഓരോ സെൽസായി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് ഇതൊരു സെല്ലാണെങ്കിൽ അതിൻ്റെ ഈ ഒരു എൻഡ് വോൾ എന്തുണ്ട്, പെറിഫറേഷൻ, ചെറിയ ചെറിയ ഓപ്പണിംഗ് ഉണ്ട്. അതുപോലെ ഇവിടെയും അല്ലേ. അപ്പോൾ ഈ ഒരു സെൽ ഇതുമായിട്ട് കോൺടാക്ട് ചെയ്യണം, ഇത് അടുത്ത ആളായിട്ട് കോൺടാക്ട് ചെയ്യണം. ഇപ്പോൾ പ്രിപ്പയർഡ് ഓർഗാനിക് ഫുഡിനെ ഇതിൽ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ കടന്നു പോകാനുള്ളൊരു വഴി വേണം. ഓക്കെ. സോ ഓരോ സെൽസിൻ്റെയും എൻഡ് പ്ലേറ്റ് മീൻസ് എന്താണ്, ഈ ഒരു ഭാഗമാണ് ഉദ്ദേശിക്കുന്നത്. എൻഡ് പ്ലേറ്റ്സ് ആർ പെറിഫറേറ്റഡ് അല്ലെങ്കിൽ എൻഡ് വോൾസ് ആർ പെറിഫറേറ്റഡ് ഇൻ എ സീവ് ലൈക്ക് മാനർ. സീവ് പോലെ രീതിയിൽ ഓപ്പണിംഗ് ഉണ്ട് ടു ഫോം ദ സീവ് പ്ലേറ്റ്. ഓക്കെ. അപ്പോൾ ഈ ഭാഗത്തിന് നമ്മൾ ഈ എൻഡ് വോൾസ് വിത്ത് പെറിഫറേഷൻ ഇസ് കോൾഡ് സീവ് പ്ലേറ്റ് എന്നാണ് പറയുക. ഓക്കെ. സീവ് പ്ലേറ്റ്സ് നമുക്ക് ഈ ഒരു ഭാഗത്തിന് പറയാം. നെക്സ്റ്റ്, മെച്യൂർ സീവ് ട്യൂബ് എലമെൻറ്റ്സ് ആസ് എ പെരിഫറൽ സൈറ്റോപ്ലാസം ആൻഡ് എ ലാർജ് വാക്യൂൾ. പെരിഫറൽ സൈറ്റോപ്ലാസം, അപ്പോൾ ഇതൊരു സെല്ലാണെങ്കിൽ ഇവിടെ ഇതിൻ്റെ ഏറ്റവും പുറത്തു കൂടെ ആണ് എന്തുള്ളത്, സൈറ്റോപ്ലാസം എന്ന് വെച്ചാൽ ഈ ഒരു ഭാഗം, പുറം ഭാഗത്ത് എന്തുണ്ട്, സൈറ്റോപ്ലാസം. പുറമെ കൂടെ ഓരോ സെല്ലിൻ്റെയും പുറം ഭാഗത്ത് കൂടിയാണ് എന്തുള്ളത്, സൈറ്റോപ്ലാസം. എല്ലാം കൂടെ ഒരു കളർ ആയതുകൊണ്ട് കൺഫ്യൂഷൻ ആവണ്ട. ഇതാ ഈ റെഡിൽ ഞാൻ സൈറ്റോപ്ലാസം മാർക്ക് ചെയ്യാണ്. ഔട്ട് സൈഡിലാണ് എന്തുള്ളത്, സൈറ്റോപ്ലാസം. അതിൻ്റെ ഇടയിൽ ക്രോസ് വോൾസ് ഉണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ വരച്ച ക്രോസ് വോൾസ് ഉണ്ട്, ഇതവിടെ ഉണ്ട്. ഓക്കെ. അപ്പോൾ സൈറ്റോപ്ലാസത്തിന് നമുക്ക് വേണമെങ്കിൽ ഇവിടെ മാർക്ക് ചെയ്യാം. ഏറ്റവും പുറത്തുകൂടെ സൈറ്റോപ്ലാസം കൊടുക്കാം. ഇതൊക്കെ എന്താണുള്ളത്, സൈറ്റോപ്ലാസം. പെരിഫറൽ സൈറ്റോപ്ലാസം സെൽസിൻ്റെ ഏറ്റവും പുറത്തേക്ക്, പെരിഫറി പുറഭാഗത്തായിട്ട് സൈറ്റോപ്ലാസം കാണാം, എല്ലാ ഭാഗത്തും ഇല്ല. ഓക്കെ. പെരിഫറൽ സൈറ്റോപ്ലാസം ആൻഡ് എ ലാർജ് വാക്യൂൾ. ലാർജ് വാക്യൂൾ, അപ്പോൾ ഈ ഒരു ഭാഗം മൊത്തം എന്തായിട്ട് കൺസിഡർ ചെയ്യാം, വാക്യൂൾ, ലാർജ് വാക്യൂളായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഈ ഒരു ഡയഗ്രാം ഏതാണ്ട് ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ, പഠിച്ച രൂപം വെച്ചിട്ട് മനസ്സിലാക്കാൻ വേണ്ടി വരച്ചതാണ്. ആൻഡ് വൺ മോർ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ന്യൂക്ലിയസ് ആബ്സെൻറ്റ്. അപ്പോൾ ഇവിടെ നടുക്കൊന്നും ആരെ കാണിക്കേണ്ട ആവശ്യമില്ല, ന്യൂക്ലിയസിനെ കാണിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് ഓരോ സെൽസിൻ്റെയും ക്യാരക്ടർ. സൈറ്റോപ്ലാസം പെരിഫറിയിലാണ് അറേഞ്ച് ചെയ്യുന്നത്. ദെൻ ഹാവ് ലാർജ് വാക്യൂൾ ആൻഡ് ന്യൂക്ലിയസ് ഇസ് ആബ്സെൻറ്റ്. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ്സ് കണ്ടക്ഷൻ ആണെന്ത്, ഇതിൻ്റെ ഫംഗ്ഷൻ പറയുന്ന പോയിന്റ് ആണെന്ത്, ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം, കണ്ടക്ഷൻ ഓഫ് ഓർഗാനിക് ഫുഡ്. അത് തന്നെയാണ് എന്ത്, ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ. അപ്പോൾ കണ്ടക്ഷനിൽ മെയിൻ ആയിട്ട് ആക്ട് ചെയ്യുന്ന ആളാണ് ആര്, ദിസ് വൺ, സീവ് ട്യൂബ് എലമെൻറ്റ്സ്. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന ആരാണ്, കമ്പാനിയൻ സെൽസിനെയാണ് പഠിക്കാൻ പോകുന്നത്. കമ്പാനിയൻ സെൽസിന് അതിൻ്റെ ക്യാരക്ടേഴ്സ് എന്താണെന്നുള്ളത് നോക്കാം. നെക്സ്റ്റ് എലമെൻറ്റ് ഏതാണ്, കമ്പാനിയൻ സെൽസ്. ഓക്കെ. ക്യാരക്ടേഴ്സ് നോക്കാം. ദേ ആർ സ്പെഷ്യലൈസ്ഡ് പാരൻകൈമാറ്റർ സെൽസ് അസോസിയേറ്റഡ് വിത്ത് സീവ് ട്യൂബ് എലമെൻറ്റ്സ്. അപ്പോൾ സിമ്പിളാണ് ഓർമ്മിക്കാൻ, ആ പേര് കമ്പാനിയൻ എന്നുള്ള മീനിങ് ഓർത്താൽ മതി. നമ്മൾ കമ്പനി എന്നൊക്കെ പറയാം അല്ലേ. കമ്പാനിയൻ എന്ന് പറഞ്ഞാൽ എന്താ, കൂട്ടായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. അപ്പം ഫസ്റ്റ് പറഞ്ഞ സീവ് ട്യൂബ് എലമെൻറ്റിൻ്റെ കൂടെ എപ്പോഴും ഒരു കമ്പാനിയനായിട്ട് കാണുന്ന ആളാണെന്ത്, കമ്പാനിയൻ സെൽസ്. അത്രയും സിമ്പിളാണ്. ഓക്കെ. സോ ദേ ആർ സ്പെഷ്യലൈസ്ഡ് പാരൻകൈമാറ്റർ സെൽസ്. ആ ഒരു പോയിന്റ് ഓർമ്മിക്കുക. ദേ ആർ പാരൻകൈമാറ്റർ സെൽസ് അസോസിയേറ്റഡ് വിത്ത് സീവ് ട്യൂബ് എലമെൻറ്റ്സ്. ഓക്കെ. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. സെക്കൻഡ് വൺ, ദേ ആർ കണക്റ്റഡ് ബൈ പിറ്റ് ഫീൽഡ് present between their common longitudinal walls. Okay, എന്താണ് പുതിയ ടേം, പിറ്റ് ഫീൽഡ്. ദേ ആർ കണക്റ്റഡ് ബിറ്റ്വീൻ, ദേ മീൻസ് ആരൊക്കെയാണ്, ഈ ഫസ്റ്റ് പറഞ്ഞ സീവ് ട്യൂബ് എലമെൻറ്റ് ആൻഡ് ദിസ് വൺ, സെക്കൻഡ് വൺ കമ്പാനിയൻ സെൽസ്. അവർ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട് അല്ലേ, രണ്ടാളും ഒരുമിച്ച് ചേരുന്നു, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷന് വേണ്ടി ഒരു കണക്ഷൻ ഉണ്ട്. ആ കണക്ഷൻ്റെ പേരാണത് പിറ്റ് ഫീൽഡ് എന്നാണ് പറയുക. ആൻഡ് ഇറ്റ് ഈസ് പ്രസൻറ്റ് ബിറ്റ്വീൻ ദെയർ കോമൺ ലോഞ്ചിറ്റ്യൂഡിനൽ വാൾസ്. അപ്പോൾ അവർ രണ്ടാളും ഒരു കോമൺ ആയിട്ട് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വാൾ ഷെയർ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ ഒരു കണക്ഷൻ ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് പിറ്റ് ഫീൽഡ്. ഓക്കെ. അപ്പോൾ ആ ഒരു ഡയഗ്രാം നമുക്ക് ജസ്റ്റ് നോക്കാം. എങ്ങനെയാണ് ഇപ്പം അതിനെ മാർക്ക് ചെയ്യാം. നമുക്ക് കമ്പാനിയൻ സെൽസ് ജസ്റ്റ് വരച്ച് നോക്കാം.
സ്പെഷ്യൽ ആയിട്ടുള്ള ടൈപ്പ് പാരൻകൈമ സെൽസ് ആണ്. ജസ്റ്റ് ഇതേപോലെ രണ്ട് നീളത്തിൽ ഇലോങ്ങേറ്റഡ് ഒക്കെ ആയിട്ടുള്ളൊരു സെൽസ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണിത് കമ്പാനിയൻ സെൽസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ലോഞ്ചിറ്റ്യൂഡിനൽ വോൾ ഏതാണ്? ഇതിൻ്റെ ഈ വോളും ഇതിൻ്റെ വോളും എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗത്താണ് കോമൺ. അവിടെ എന്തുണ്ട്? ആ ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വോൾ അവിടെ ചെറിയ ബ്രേക്കിംഗ് ഉണ്ട്. ഓക്കെ, ഓപ്പണിംഗ് ഉണ്ട്. അതാണ് ശരിക്കും എന്ത് പിറ്റ് ഫീൽഡ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ പിറ്റ് ഫീൽഡ് മനസ്സിലായി, കമ്പാനിയൻ സെൽസ് മനസ്സിലായി. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫംഗ്ഷനാണ്. എന്താ ഫംഗ്ഷൻ എന്നുള്ളത്? ഫസ്റ്റ് വൺ ഫംഗ്ഷൻ നമുക്കറിയാം കണ്ടക്ഷൻ ആണ്. അപ്പോൾ ഇത് അയാളുടെ കൂടെ കണ്ടക്ഷനിൽ ഹെൽപ്പ് ചെയ്യാണ്. അതുകൂടാതെ എന്താ ചെയ്യുന്നത് നോക്കാം. ദി ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ദ പ്രഷർ ഗ്രേഡിയൻ ഇൻ ദ സീവ് ട്യൂബ്. ഓക്കെ, ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് പ്രഷർ ഗ്രേഡിയൻ ഇൻ ദ സീവ് ട്യൂബ്. ഈ സീവ് ട്യൂബിനുള്ളിൽ ഫോം ചെയ്യുന്ന പ്രഷർ ഗ്രേഡിയൻ വെച്ചാൽ പ്രഷർ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അത് ബാലൻസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആരെ ഹെൽപ്പ് ചെയ്യുന്നത്? ഈ കമ്പാനിയൻസ്. ഇയാൾ തമ്മിൽ കണക്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അവർ തമ്മിൽ ആക്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ സീവ് ട്യൂബിനുള്ളിൽ പ്രഷർ ഗ്രേഡിയൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, കണ്ടക്ഷൻ ഈസി ആക്കി മാറ്റുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് വാട്ട്? കമ്പാനിയൻ സെൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സ്പെഷ്യൽ ടൈപ്പ് പാരൻകൈമ സെൽസ് ആണ്. ദേ ഹാവ് എ കോമൺ ഓപ്പണിംഗ് അല്ലേ, ഒരു ഷെയർ ചെയ്യുന്നൊരു ഓപ്പണിംഗ് ഉണ്ട്. ദറ്റ് ഈസ് കോൾഡ് പിറ്റ് ഫീൽഡ്. ഇറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ബിറ്റ്വീൻ ദ കോമൺ ലോഞ്ചിറ്റ്യൂഡിനൽ വോൾസ് ബിറ്റ്വീൻ ദ സീവ് ട്യൂബ് ആൻഡ് കമ്പാനിയൻ സെൽ, ആൻഡ് ഇറ്റ്സ് മെയിൻ ഫംഗ്ഷൻ മെയിൻറ്റെയിനിങ് ദ പ്രഷർ ഗ്രേഡിയൻ ഇൻ ദ സീവ് ട്യൂബ്. ഓക്കെ, then go to third element. Third element, phloem fibers. Okay, phloem fibers, otherwise called phloem sclerenchyma. Okay, and one more name, important ആയിട്ടുള്ള വേറൊരു ടേം കൂടെ പറയാണ്. They are called bast fibers. Bast fibers. Okay, സൈലത്തിന് പറഞ്ഞ വേറെ പേരാണ് എന്ത്? വുഡ് എന്ന് പറയുന്നത് അല്ലേ, വുഡ്. അതേപോലെ ഫ്ലോയം ഫൈബർ എന്ന് പറയുന്നതാണ് എന്ത്? ബാസ്റ്റ് ഫൈബേഴ്സ്. അപ്പോൾ ആ ഒരു ടേം കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്, ഓർത്ത് വെക്കുക. ദെൻ ക്യാരക്ടേഴ്സ് നോക്കാം. ക്യാരക്ടേഴ്സിൽ ഫസ്റ്റ് വൺ മെയ്ഡപ്പ് ഓഫ് സ്ക്ലീറൻകൈമാറ്റ സെൽസ് അല്ലേ, അറിയാവുന്ന പോയിന്റ് ആണ്. ഫ്ലോയം ഫൈബേഴ്സ് അതർവൈസ് കോൾഡ് സ്ക്ലീറൻകൈമ എന്ന് പറഞ്ഞു. സോ ഇറ്റ് ഇസ് മെയ്ഡപ്പ് ഓഫ് സ്ക്ലീറൻകൈമാറ്റസ് സെൽസ്. നെക്സ്റ്റ്, അപ്പോൾ സ്ക്ലീറൻകൈമേൻ്റെ എല്ലാ ക്യാരക്ടേഴ്സും ഈ മൊത്തം കാര്യങ്ങളിൽ വരും. The next point, they are generally absent in primary phloem but are present in secondary phloem. But then what is this primary phloem and secondary phloem? നമ്മൾ ആകെ ഒരു ഫ്ലോയത്തിനെ പറ്റി കേട്ടിട്ടുള്ളൂ. പ്രൈമറി സെക്കൻഡറി ക്ലാസിഫിക്കേഷൻ എന്താ വരുന്നത്? എങ്ങനെയാണ്? പ്രൈമറി ഫ്ലോയം എന്ന് വെച്ചാൽ ദേ ആർ ഏർലി ഫോംഡ് ഫ്ലോയം ആണ്. അപ്പോൾ ഒരു പ്ലാന്റിൻ്റെ ഡെവലപ്മെൻറ്റിൽ പ്രൈമറി ഗ്രോത്ത് നടക്കുമ്പോൾ തന്നെ ഫോം ചെയ്യുന്ന ഫ്ലോയം, ആദ്യം തന്നെ ആ പ്ലാന്റിൽ ആദ്യമേ ഉണ്ടാവുന്ന ഫ്ലോയമാണ് പ്രൈമറി ഫ്ലോയം. പിന്നെ സെക്കൻഡറി ഗ്രോത്ത് ഒക്കെ നടന്നു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുന്നതാണ് എന്ത്? സെക്കൻഡറി ഫ്ലോയം എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ ഇനി അങ്ങോട്ട് എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പോൾ ഓർമ്മിച്ച് വെക്കുക, പ്രൈമറി ഫ്ലോയം ആ ഏർലി ഫോംഡ് ഫ്ലോയം ആൻഡ് സെക്കൻഡറി ഫ്ലോയം മീൻസ് ദേ ആർ ലേറ്റർ ഫോംഡ് ഫ്ലോയം. ക്ലിയർ? ആൻഡ് ഹിയർ ദിസ് ടൈപ്പ് ഓഫ് ഫ്ലോയം ഫൈബേഴ്സ് ആർ ജനറലി ആബ്സെൻറ്റ് ഇൻ പ്രൈമറി ഫ്ലോയം. പ്രൈമറി സ്റ്റേജിൽ ആബ്സെൻ്റ് ആണ്. എപ്പോഴാണ് ഉണ്ടാവുന്നത്? സെക്കൻഡറി ഫ്ലോയം ടൈമിലാണ്. ബിക്കോസ് വി നോ ദേ ആർ സ്ക്ലീറൻകൈമാറ്റ സെൽസ് അല്ലെ, മെയ്ഡപ്പ് ഓഫ് സ്ക്ലീറൻകൈമാറ്റ സെൽസ്. ദോ ദേ ആർ cell walls are very thick. This thickness is present at the secondary growth time. Okay, then next point, they are much elongated, unbranched and have pointed needle like epizes. അതിൻ്റെ സ്ട്രക്ചർ പറയാണ്. ദേ ആർ മച്ച് ഇലോങ്ങേറ്റഡ് ആണ്. സ്ക്ലീറൻകൈമയിലുള്ള ഫൈബർ ആണ്. അപ്പോൾ നമുക്കറിയാം ദേ ആർ ഇലോങ്ങേറ്റഡ് സ്ട്രക്ചേഴ്സ്. അൺബ്രാഞ്ച്ഡ് ആണ്, ബ്രാഞ്ചസ് ഒന്നുമില്ല. ആൻഡ് ഹാവ് പോയിന്റഡ് നീഡിൽ ലൈക്ക് എപ്പിസസ്. പോയിന്റഡ് ആയിട്ട് നീഡിൽ പോലത്തെ സ്ട്രക്ചർ വരുന്നതാണ് എന്ത്? ഇത്. ക്ലിയർ? ദെൻ സെൽ വോൾ ഇസ് വെരി തിക്ക്. ഇതൊക്കെ എന്തിൻ്റെ തന്നെ ക്യാരക്ടേഴ്സ് ആണ്? സ്ക്ലീറൻകൈമ ക്യാരക്ടേഴ്സ് തന്നെയാണ്. സെയിം. സെൽ വോൾ എന്തായിരിക്കും? തിക്കായിരിക്കും, നമുക്കറിയാം അല്ലേ. അറ്റ് മെച്യൂരിറ്റി ഫൈബേഴ്സ് ലോസ് ദ പ്രോട്ടോപ്ലാസം ആൻഡ് ബിക്കം ഡെഡ്. അപ്പം മെച്യൂരിറ്റിയിൽ എത്തുന്ന സമയത്ത് അതെന്തായിട്ട് മാറുന്നുണ്ട്? അതിൻ്റെ പ്രോട്ടോപ്ലാസം ഒക്കെ പോയിട്ട് ഡെഡായിട്ട് മാറുന്നു. ഡെഡായിട്ട് മാറും അല്ലേ, നമുക്കറിയാം. സ്ക്ലീറൻകൈമ എങ്ങനെയുള്ളതാണ്? ഡെഡ് സെൽസ് ആണ്. ദെൻ ഇവിടെ നമുക്ക് ജസ്റ്റ് ഡയഗ്രത്തിലേക്ക് പോവാം. അപ്പോൾ ഈ സ്ക്ലീറൻകൈമേനെ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക? ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ ഡയഗ്രം ഒക്കെ നോക്കുമ്പോൾ നമ്മൾ സ്ക്ലീറൻകൈമ അല്ലെങ്കിൽ ഈ ഫ്ലോയം ഫൈബേഴ്സ് ലേബൽ ചെയ്ത് കാണാറില്ല. എന്താണെന്ന് വെച്ചാൽ അത് അവിടെ ഉണ്ട്, അതിനുള്ളിലുണ്ട്, കംപ്ലീറ്റ് ഡയഗ്രത്തിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ജസ്റ്റ് ഓർമ്മിച്ച് വെക്കുക, ഇവിടെ ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് എന്തുണ്ടാവും? അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ കാണാം. ശരിക്കും ഇതെന്താണ്? സീവ് ട്യൂബ് കമ്പാനിയൻ സെൽസ് അല്ലേ, ഇവർ തമ്മിൽ ചേർന്ന് നിൽക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഇനി ഒരു 2 മെമ്പേഴ്സും കൂടെ നമുക്ക് വരാനുണ്ട്. ഒരാൾ ഇത് ഫ്ലോയം ഫൈബേഴ്സ്, ഇനി ഒരെണ്ണം കൂടെ പറയാനുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ മെമ്പേഴ്സിൻ്റെയൊക്കെ ഇടയിലായിട്ട് കട്ടിയുള്ള തിക്ക് വോളൈറ്റ്സ് നീളത്തിൽ ഇങ്ങനെ നാരുപോലെ കുറച്ച് ഇതിനൊക്കെ സ്ട്രെങ്ത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് കുറേ ആൾക്കാർ കാണാം. അതിനിടയിൽ ല്യൂമൻ ഉണ്ട്, ചെറിയ ക്യാവിറ്റി ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ളതാണ് നീളം. ലോങ് ആണ്.
പോയിന്റഡ് ആയിട്ടുള്ള എപ്പിസസ് ആണ് അല്ലേ, അതിൻ്റെ പോയിന്റ് എന്താണ്, പോയിന്റ് ആയിട്ടുള്ള അറ്റമാണ്. ഇത് രീതിയിലാണ് എന്ത് കാണുന്നത്, ഫ്ലോയം ഫൈബേഴ്സ് കാണുന്നത്. ക്ലിയർ. ഇനി ഈ ഒരു 2-3 ടേം ഓർമ്മിച്ച് വെക്കുക. ജ്യൂട്ട്, ഫ്ലാക്സ്, ഹെമ്പ് ഇതൊക്കെ കേട്ടിട്ടുണ്ടാവും. ജ്യൂട്ട് ഒക്കെ നമുക്കറിയാം, ചണം അല്ലേ, ചണം നൂല് ഒക്കെ കേട്ടിട്ടുണ്ടാവും. അതേപോലെ ഫ്ലാക്സ് എന്ന് പറയുമ്പോൾ ലിൻസീഡ്, അത് റിലേറ്റഡ്, ഫ്ലാക്സ് സീഡ് ഓർ ലിൻസീഡ് എന്നൊക്കെ നമ്മൾ പറയും, എഡിബിൾ ആയിട്ടുള്ള സീഡാണ്. അതേപോലെ ഹെമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്റ്റെയിൻ ചെയ്യുന്നത് കനാബിസ് എന്നാണ് അല്ലേ, കഞ്ചാവ് ചെടിയിൽ നിന്നൊക്കെ ഒപ്റ്റെയിൻ ചെയ്തെടുക്കുന്ന പ്രോഡക്റ്റ്. ഇതിൻ്റെയൊക്കെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ജ്യൂട്ട്, ചണം കൊണ്ട് നമ്മൾ നൂലുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റുകളൊക്കെ ജ്യൂട്ട്, ഫ്ലാക്സ്, ഹെമ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അത് എന്ത് റിലേറ്റഡ് ആണ്, ഫ്ലോയം ഫൈബർ റിലേറ്റഡ് ആണ്. ആൻഡ് ദേ ഹാവ് വെരി എക്കണോമിക് ഇമ്പോർട്ടൻസ്. ഓക്കെ, കൊമേഴ്ഷ്യലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. അത് ആക്ച്വലി അത് എന്താണ്, അതിൻ്റെ ഫ്ലോയം ഫൈബർ റിലേറ്റഡ് ആയിട്ട് വരുന്ന പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ടെക്സ്റ്റിൽ പറഞ്ഞതുകൊണ്ട് മെൻഷൻ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് എന്തിൻ്റെ ക്യാരക്ടേഴ്സ്, ഫ്ലോയം ഫൈബേഴ്സ് അല്ലെങ്കിൽ ബാസ്റ്റ് ഫൈബേഴ്സ്. ദെൻ ദ ലാസ്റ്റ് എലമെൻറ്റ്, that is phloem parenchyma. Okay, phloem parenchyma made up of elongated tapering cylindrical cells and have dense cytoplasm and nucleus. പാരൻകൈമ നമുക്കറിയാം എന്താണ്, സെൽ വോൾ തിന്നാണ്, സെല്ലോസ് കൊണ്ട് ഫോം ചെയ്താണ്, അങ്ങനെയുള്ള കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട് പാരൻകൈമയ്ക്ക് പഠിച്ചത്. ആ ക്യാരക്ടേഴ്സ് ഒക്കെ ഇവിടെയും അപ്ലിക്കബിൾ ആണ്. ഓക്കെ, അപ്പോൾ എന്താണ്, എലോങ്ങേറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യൽ ടൈപ്പ് പാരൻകൈമ സെൽസ് തന്നെയാണ് കാണുന്നത്. ടേപ്പറിങ് സിലിണ്ട്രിക്കൽ സെൽസ് ആണ്, ഹാവ് ഡെൻസ് സൈറ്റോപ്ലാസം ആൻഡ് ന്യൂക്ലിയസ്. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് മെൻഷൻ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തത്, ഇതെന്താണ്, ദിസ് ഇസ് സീവ് ട്യൂബ് എലമെൻറ്റ്. ദിസ് വൺ ഇസ് കമ്പാനിയൻ സെൽസ്. ഇതെന്താണ്, ഫൈബേഴ്സ്, ഫ്ലോയം ഫൈബേഴ്സ് അല്ലേ, ഫ്ലോയം ഫൈബേഴ്സ്. ഇനി പാരൻകൈമ വരയ്ക്കുമ്പം എന്താണ്, ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ദിസ് വൺ കമ്പാനിയൻ സെൽസ്. അപ്പോൾ ആ കമ്പാനിയൻ സെൽസിനോടൊക്കെ ചേർന്നുകൊണ്ട് ആരെ കാണാം, ഈ ഫ്ലോയം പാരൻകൈമ സെൽസ് കാണാം. സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള സെൽസ് ആണ്. ന്യൂക്ലിയസ് പ്രസൻ്റ് ആണ് അല്ലേ, ന്യൂക്ലിയസ് പ്രസൻ്റ് ആണ്. സൈറ്റോപ്ലാസം പ്രസൻ്റ് ആണ്. ദാറ്റ് ഈസ് ലിവിങ് ആയിട്ടുള്ള സെൽസ് ആണ്. സെൽ വോൾ ഇസ് കമ്പോസ്ഡ് ഓഫ് സെല്ലുലോസ്, അറിയാലോ പാരൻകൈമേൻ്റെ ക്യാരക്ടർ. ആൻഡ് ഹാസ് പിറ്റ്സ് ത്രൂ വിച്ച് പ്ലാസ്മോഡെസ്മാറ്റൽ കണക്ഷൻ ഉണ്ട്. അതായത് സെൽസ് ഇടയിൽ എന്തുണ്ട്, പ്ലാസ്മോഡെസ്മാറ്റൽ കണക്ഷൻ ഉണ്ട്. വെച്ചാൽ ഈ സെൽസ് പരസ്പരം കണക്ട് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഓരോ സെൽസ് ഒന്ന് മറ്റൊന്നിലേക്ക് ഓപ്പൺ ചെയ്യുന്ന ചെറിയ വാൾ ഉണ്ട്. അപ്പോൾ അതന്നെ ആ ഒരു ഗ്യാപ്പ്, ഒരു ഡോർ പോലുള്ള സ്ട്രക്ചറൊക്കെ സെൽസിൽ കാണാറുണ്ട്. അതൊന്നും ഇവിടെ മാർക്ക് ചെയ്യേണ്ട, ക്യാരക്ടേഴ്സ് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ വരുന്നതാണ് ഇത് പ്ലാസ്മോഡെസ്മാറ്റൽ കണക്ഷൻ എന്നാണ് അതിന് പറയാം. സെൽ ടു സെൽ കോണ്ടാക്ട്, ഒരു സെല്ല് മറ്റൊരു സെല്ലുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ഓപ്പണിംഗ്, ദാറ്റ് ഇസ് പ്ലാസ്മോഡെസ്മാറ്റ. ക്ലിയർ. അപ്പോൾ പ്ലാസ്മോഡെസ്മാറ്റൽ കണക്ഷൻ ഇസ് ദ ആൻഡ് എവിടെയാണ് പ്ലാസ്മോഡെസ്മാറ്റൽ കണക്ഷൻ, എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ സെൽസിൻ്റെ ഇടയിൽ പ്ലാസ്മോഡെസ്മാറ്റൽ കണക്ഷൻ ഉണ്ട്. ആൻഡ് ദിസ് ടൈപ്പ് ഓഫ് ഫ്ലോയം പാരൻകൈമ ഇസ് ആബ്സെൻറ്റ് ഇൻ മോസ്റ്റ് ഓഫ് ദ മോണോകോട്സ്. നമുക്കറിയാം ആൻജിയോസ്പോമിൽ ഇവരെല്ലാം ഉണ്ട്, നമ്മൾ പഠിച്ചു. പക്ഷേ ആൻജിയോസ്പോമിൻ്റെ തന്നെ മോണോകോട്ട് കാറ്റഗറി നോക്കുന്ന സമയത്ത് അവിടെയൊക്കെ എന്താണെന്ന് പറയുന്നത്, മോണോകോട്ട്സിൽ ഈ ഫ്ലോയം പാരൻകൈമ എന്ന് പറയുന്ന ആൾ ആബ്സെൻ്റ് ആയിട്ടാണ് വരാറ്. ഓക്കെ, ദെൻ ഇനി അതിൻ്റെ ഫങ്ഷനിലോട്ട് പോവാം. ഫങ്ഷൻസ് നോക്കാം. പാരൻകൈമേൻ്റെ ഫംഗ്ഷൻ എന്താണ്, അതിൽ പഠിക്കുന്ന ഒരു ഫംഗ്ഷനാണ് എന്ത്, സ്റ്റോർ ഫുഡ് മെറ്റീരിയൽസ് അല്ലെ, സ്റ്റോറേജ് ഒരു ഫംഗ്ഷൻ ആയിരുന്നു. അപ്പോൾ ഇവിടെ എന്ത് ഫംഗ്ഷനാണ് ചെയ്യുന്നത്, സ്റ്റോറേജ് ആണ്. ഇറ്റ് ഹെൽപ്സ് ഇൻ ദ സ്റ്റോറേജ് ഓഫ് ഫുഡ് മെറ്റീരിയൽസ് ആൻഡ് അതർ സബ്സ്റ്റൻസസ്. ഫുഡ് മെറ്റീരിയൽസിൻ്റെ കൂടെ വേറെ സബ്സ്റ്റൻസസ് സ്റ്റോർ ചെയ്യുന്നു. ലൈക്ക് എന്തൊക്കെയാണ്, റെസിൻസ് അല്ലെ, റെസിൻ ഒരു ഓർഗാനിക് പ്രോഡക്റ്റ് ആണ്, പ്ലാന്റ് പ്രോഡക്റ്റ് ആണ് റെസിൻ. അതേപോലെ ലാറ്റക്സ് കേട്ടിട്ടുണ്ടാവും, ലാറ്റക്സ്. ദെൻ മ്യൂസിലേജ്. ഇപ്പോൾ ഇങ്ങനെയുള്ള കുറേ പ്ലാന്റ് പ്രോഡക്റ്റിൻ്റെ സ്റ്റോറേജിനൊക്കെ എന്ത് ഹെൽപ്പ് ചെയ്യുന്നു, ദിസ് പാരൻകൈമ. അപ്പോൾ ലാബിൽ ചെയ്യുകയാണെങ്കിൽ ഇതാണ് എന്ത്, ഫ്ലോയം പാരൻകൈമ. അപ്പോൾ ടെക്സ്റ്റിലെ ഡയഗ്രാം അതേപോലെയുള്ള ഡയഗ്രാം ജസ്റ്റ് എല്ലാ ക്യാരക്ടേഴ്സും വെച്ച് മനസ്സിലാക്കാൻ വേണ്ടി വരച്ചതാണിത്. ടെക്സ്റ്റിലെ ഡയഗ്രാം പോലെ വരച്ച് പഠിക്കാം, അല്ലെങ്കിൽ ഈ രീതി നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. എല്ലാ എലമെൻസിനെയും കാണിച്ചാൽ മതി, അതിൻ്റെ ക്യാരക്ടേഴ്സും. ക്ലിയർ. അപ്പോൾ നമ്മൾ ഒരിക്കൽ കൂടെ പറയുകയാണ്, എല്ലാ എലമെൻസിൻ്റെയും പേരായി സീവ് ട്യൂബ്, കമ്പാനിയൻ സെൽസ്, ഫ്ലോയംസ് ഫൈബേഴ്സ് ഓർ ബാസ്റ്റ് ഫൈബേഴ്സ് ആൻഡ് ഫ്ലോയം പാരൻകൈമ. സീവ് ട്യൂബ് എലമെൻ്റ് ആണ് ഇവിടെ വരച്ചത്. ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ ആണ് അല്ലെ, പെരിഫറിയിലാണ് സൈറ്റോപ്ലാസം ഉള്ളത് ആൻഡ് ഹാവ് ലാർജ് വാക്യൂൾ. ക്ലിയർ. ദെൻ മെയിൻ ഫംഗ്ഷൻ കണ്ടക്ഷൻ ഓഫ് എ ഫുഡ്. ദെൻ കമ്പാനിയൻ സെൽസ് ആസ് ദ നെയിം അല്ലെ, കമ്പാനിയൻ ആയിട്ട് കാണുന്നു. കമ്പാനിയൻ ആണ് ആരോടാണ്, ഓൾവേസ് അസോസിയേറ്റഡ് വിത്ത് ദ സീവ് ട്യൂബ്. ആൻഡ് മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ദ പ്രഷർ ഗ്രേഡിയൻ മെയിൻറ്റെയിൻ ചെയ്യുക, ഇതിനുള്ളിലുള്ള പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുക. കാരണം ഇതിൻ്റെ ഇടയിൽ ഒരു ഓപ്പണിംഗ് ഉണ്ട്, ദാറ്റ് ഇസ് കോൾഡ് പിറ്റ് ഫീൽഡ് എന്നാണ് പറയുക.
Then fibers ആണെങ്കിൽ എന്താണ് bast fiber means sclerenchyma cells ആണ്. They are long with pointed epicers അല്ലേ, ഒരു സപ്പോർട്ട് കൊടുക്കുന്ന മെക്കാനിക്കൽ സപ്പോർട്ടൊക്കെ കൊടുക്കുന്ന സ്ട്രക്ചർ തന്നെയാണിത്. Then phloem parenchyma means special type of parenchyma cells and mainly helps in the storage of food and other substances. Clear? അപ്പം parenchyma പറയുമ്പോൾ they are living ആയിട്ടുള്ള thin cell wall cells ആണ്, and the cell wall is made up of what? Cellulose. Clear? Now listen, one important point about phloem. അല്ലേ, ഫ്ലോയത്തിന് ഒരു എക്സ്ട്രാ പോയിന്റ് കൂടെ തരാണ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഫോംഡ് പ്രൈമറി ഫ്ലോയം. അല്ലെ, നമ്മൾ പഠിച്ചതാണ് പ്രൈമറി സെക്കൻഡറി ഫ്ലോയം. ഫസ്റ്റ് ഫോം ചെയ്യുന്ന ഫ്ലോയമാണ് പ്രൈമറി ഫ്ലോയം. ദിസ് ഫസ്റ്റ് ഫോംഡ് പ്രൈമറി ഫ്ലോയം കൺസിസ്റ്റ് ഓഫ് നാരോ സീവ് ട്യൂബ്സ്. അതിൻ്റെ എലമെൻ്റ് ആയ ഫസ്റ്റ് എലമെൻറ്റ് നോക്കുമ്പം നാരോ സീവ് ട്യൂബാണ്. ചെറിയ നാരോ ആയിട്ടുള്ള സൈസ് കുറഞ്ഞിട്ടുള്ള സീവ് ട്യൂബ്സ് ആണ് അതിൽ കാണുന്നത്. And such type of primary phloem is called what? Protophlorium. Protophlorium. Clear? ഓർത്ത് വയ്ക്കുക, Protophlorium. Primary proto ഓർത്ത് വയ്ക്കുക. Then the later formed, പിന്നെ ഫോം ചെയ്യുന്ന സെക്കൻഡറി ഫ്ലോയം ഉണ്ടല്ലോ അല്ലേ, later formed phloem has bigger sieve tubes. ഇത് നാരോ സീവ് ട്യൂബ് ആണ്. ഹിയർ ഇറ്റ് ഇസ് ബിഗർ സീവ് ട്യൂബ്. അപ്പോൾ അതിൻ്റെ സൈസ് കൂടുതലായിരിക്കും, വലുതായിരിക്കും. അപ്പോൾ വലിയ ടൈപ്പ് ഫ്ലോയം വിത്ത് ബിഗർ സീവ് ട്യൂബ്സ് പറയുന്ന പേരാണെന്ത്? മെറ്റാഫ്ലോയം. മെറ്റാഫ്ലോയം. ക്ലിയർ? ഇതേ കാര്യം നമ്മൾ പഠിച്ചാണ്. പ്രോട്ടോസൈലം മെറ്റാസൈലം പഠിച്ചതാണല്ലോ, അവിടെയും അതേപോലെ പറഞ്ഞതാണ്, വെസൽസിനെ വെച്ചിട്ടാണ് പറഞ്ഞത്. സോ ഇതുകൂടെ ഫ്ലോയത്തിൻ്റെ കൂടെ ചേർത്ത് പഠിക്കും. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. റിലേറ്റഡ് ഡൗട്ട്സ് വരുമ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ലെറ്റ്സ് വൈൻഡ് ഫോർ ടുഡേ. സീ യു ഇൻ അവർ നെക്സ്റ്റ് ക്ലാസ്.